കൂടെയുള്ള ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ ആൾക്കാരാണ്. കാരണം ഞങ്ങൾ എപ്പോഴും എയറിലാണ്. 67,000 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയ ചാനൽ ഞങ്ങളുടെയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ 5 ലക്ഷത്തിന് ഒരു ബൈക്ക് എടുത്തിട്ട് 12 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിന്ന് ടൈറ്റിലിട്ടു. അതിന് കുഴപ്പമില്ല, കാറൊക്കെ വാങ്ങി കിടക്കെ അങ്ങനെ കാറൊക്കെ വാങ്ങി. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ എയറിലാണ്. ആദ്യത്തെ യൂട്യൂബ് റവന്യൂ അപ്പോൾ 1 ലക്ഷമായിരുന്നു. അല്ലല്ല, ആദ്യം കിട്ടിയത് 32,000 റുപ്യാണ്. ഇപ്പൊ എത്രയാണ് നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ? ഇപ്പൊ ഒരുപാട് ചാനൽസ് ഉണ്ട് മല്ലു ഫാമിലിയുടെ സബായിട്ട്. ഏത് ചാനലിലേ ചോദിക്കണ്ടേ? 5 ലക്ഷം കിട്ടോ? അയ്യോ, നിങ്ങള് ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് പൊന്ന് പിണങ്ങിപ്പോയി, പൊന്ന് തിരിച്ചു വന്നു, പൊന്ന് വീണ്ടും പോയി. ഞങ്ങൾക്ക് രണ്ടാളും ഒരേപോലെ ദേഷ്യമുള്ള ആൾക്കാർ തന്നെയാണ്. ജാതകത്തിൽ തന്നെ ഉണ്ട് ചേരാൻ പാടില്ല എന്ന്. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എപ്പോഴും ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ അച്ഛനായിട്ട് എന്റെ അളിയനൊക്കെ സംസാരിക്കല് ഞാനും ഒരു കോണ്ടാക്ട് ഉണ്ട്. ശരിക്കും പിരിഞ്ഞായിരുന്നു. സത്യം പറഞ്ഞ അളിയനില്ലായിരുന്നെങ്കിൽ ശരിക്കും പിരിഞ്ഞായിരുന്നു. കാരണം അങ്ങനെ ഞങ്ങള് ശരിക്കും പിരിയെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. ഇവള് വീട്ടിൽ നിന്ന് പോകുമ്പോ ഫുൾ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തായിരുന്നു കുട്ടികളുടെ. അപ്പൊ ഈ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ ശരിക്കും? ഞാനൊരു നെഗറ്റീവ് തമ്പ്ലൈൻ ഇട്ടത് മറ്റേ പൊന്നൂസ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വ്യൂസ്. അപ്പൊ എന്താട്ടി ഞാൻ പിറ്റേ ദിവസം കൊള്ളാല സംഭവം. ആൾക്കാർക്ക് നെഗറ്റീവാണ് കാണേണ്ടത്, ഞാൻ മൂലാക്കി. മെയിനായിട്ട് നമ്മൾ കപ്പിൾസിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഞങ്ങളിപ്പോ മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് വന്ന കാര്യം കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കൊടുക്കാത്ത സ്നേഹം. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയ ആൾക്കാരാണ്. കാരണം ഞങ്ങൾ എപ്പോഴും എയറിലാണ്. അതിന് അത് മാത്രമല്ല, നമ്മൾ ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ട്രെൻഡ് നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ്. ഫാമിലി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഏത് ഫാമിലി ആയിരിക്കും? മല്ലു ഫാമിലി. യെസ്, മല്ലു ഫാമിലിയിൽ നിതിനും നിതിനും സുജിനും മാറിപ്പോയതോ? ഓക്കെ, മല്ലു ഫാമിലിയിലെ പൊന്നൂസും സുജിനും ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ. ഇനി പറഞ്ഞു. അല്ല, ആദ്യം ടിക്ടോക്ക് തുടങ്ങുന്ന സമയത്ത് സുജിൻ പൊന്നൂസ് എന്നായിരുന്നു പേരിനാണ്. പിന്നെ യൂട്യൂബ് അത് വെച്ച് തുടങ്ങിയപ്പോ ഒരു 1 ലക്ഷമൊക്കെ സബ് വരെ ഞങ്ങൾക്ക് സുജിൻ പൊന്നൂസ് തന്നെയായിരുന്നു ചാനലിന്റെ പേര്. അപ്പൊ ഞാനും പെങ്ങളും കൂടിയാണ് തുടങ്ങി. അപ്പൊ തുടങ്ങിയപ്പോ എല്ലാരും പറഞ്ഞു പെങ്ങൾ പറയുമ്പോൾ സുജിൻ പൊന്നൂസ്. അപ്പൊ ഞാൻ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോ അത് ഇതല്ല, പേര് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ സബ്സ്ക്രൈബറിനോട് തന്നെയാണ് ചോദിച്ചത്, നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കുറെ പേര് അതിന്ന് പെങ്ങൾ സെലക്ട് ചെയ്ത പേരാണ് മല്ലു ഫാമിലിന്ന്. ക്ലിക്കായി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുറെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിലും. പക്ഷെ ആ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് നിങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മളെ ടൈമിൽ നമ്മൾ മാത്രം അങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയാണ് അങ്ങനെ പതിയെ എല്ലാരും വന്നു തുടങ്ങിയത്. കൊറോണ ടൈമിൽ തുടങ്ങിയതുകൊണ്ട് ബക്കറ്റ് ചിക്കൻ ഒക്കെ കരിഞ്ഞു പോയത് കൂടുതൽ ഞങ്ങളുടെ അടുത്താണ്. അങ്ങനെ കുറെ അപ്പൊ ആ സമയത്ത് തുടങ്ങിയപ്പോ ഡെയിലി ഒരു 15K സബ് വെച്ച് ഡെയിലി കയറിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് 67,000 ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയ ചാനൽ ഞങ്ങളുടെയാണ്. സത്യം സത്യം. അതൊക്കെ യൂട്യൂബിൽ അതിന്റെ വീഡിയോ ഉണ്ട്. ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നേ, സത്യമായിട്ടും 8,67,000 എത്രയോ സബ് ഉള്ളിടത്തുനിന്ന് 7.95 പോന്നു. ഒരു 24 മണിക്കൂറും കൊണ്ട് തന്നെ പോന്നിട്ടുണ്ടാവും. 24 മണിക്കൂറിലോ? നമ്മളൊരു ചെറുപ്പശ്ശേരി ഞാൻ എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ചെറുപ്പശ്ശേരിയിൽ നിന്ന് ഒരു 7 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പുലർച്ചെ ഒരു 3 മണിക്ക് ആയപ്പോഴേക്കും ഞാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഞാൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കമന്റ് നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 16K നെഗറ്റീവ് കമന്റ്. 1 മില്യൺ വ്യൂസ് ഉണ്ടായി. അപ്പേക്ക് രാവിലെ ആയപ്പോഴേക്ക് 1 മില്യൺ വ്യൂസിന്റെ അടുത്തായി. ഓപ്പക്ക് സബ് 48,000 പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്ക് തന്നെ ഭയങ്കരമായിട്ട് 67,000 സബ് ഇതായി പോയി, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. അത് സത്യം ശരിക്കും ഉണ്ടായതാണ്. അതിന്റെ വീഡിയോസുകളൊക്കെ യൂട്യൂബിലുണ്ട്. വേറെ ആൾക്കാർ ട്രോൾ ചെയ്യാറുണ്ടോ ഈ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ബൈക്ക് എടുത്തത്. ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ 5 ലക്ഷത്തിന് ഒരു ബൈക്ക് എടുത്തിട്ട് 12 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങിന്ന് ടൈറ്റിലിട്ടു. അതിനോ സത്യമായി അതിന്റെ ഒക്കെ കമന്റ്സ് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ആദ്യം കാണുമായിരുന്നു. അതായത് ഇപ്പൊ കാണാറില്ല, മറ്റു അങ്ങനെയല്ല, കോവിഡിന്റെ സമയത്ത് നമ്മള് വെറുതെ ഇരിക്കില്ല, ഒരു പണിയില്ല. അപ്പൊ ആകെയുള്ള എന്റർടൈൻമെന്റ് ഇപ്പൊ പണിയില്ലേ, ഇത് ഫുൾ ടൈം പണിയോ.
ഓക്കെ, ആകെയുള്ള എന്റർടൈൻമെന്റ് ഇപ്പം നിങ്ങളുടെ വീഡിയോസും അന്ന് കുറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കാണും. കുറെ ബ്യൂട്ടി ബ്യൂട്ടി വ്ലോഗ്സ് ഒക്കെ ഉണ്ടോ? കുറച്ച് പേര് ബ്യൂട്ടി വ്ലോഗ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ടൈമിൽ അസ്മി ചേച്ചി അങ്ങനെ അവരൊക്കെയാണ് നല്ല സെറ്റപ്പ് ഉള്ള ആൾക്കാരാണ് ആ സമയത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും തോന്നുന്നുണ്ട്. സാധാരണക്കാർക്കും വീഡിയോ ചെയ്യാതെ കാണിച്ചു കൊടുത്തത് നിങ്ങളാ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഞാനൊരു വിവോന്റെ V15 പ്രോയിലാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. തുടക്കം കുറിക്കേണ്ട അതിലാണ്. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വന്നു, നല്ല രീതിക്ക് തന്നെ വന്നു. പിന്നെ ഫോൺ വാങ്ങി വീടൊക്കെ വാങ്ങി കുഴപ്പമില്ല, കാറൊക്കെ വാങ്ങി വീടൊക്കെ വാങ്ങി അങ്ങനെ കാറൊക്കെ വാങ്ങി. പക്ഷെ ഞങ്ങൾ പ്ലെയറിലാണ് അല്ല അത് പിന്നെ അല്ല ആ ബൈക്കിന്റെ പ്രശ്നം വന്നപ്പോഴാണ്. അതുവരെ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം പുറത്തിറങ്ങുമ്പോ ആൾക്കാർ തല്ലോ അങ്ങനെ മൈൻഡ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ബൈക്കിന്റെ ഇഷ്യൂ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് സോഷ്യൽ മീഡിയ ആ സമയത്തിന് ഒരുപാട് ആൾക്കാർ ഉപദേശിച്ചിരുന്നു. സുജന വീഡിയോസ് ഇടാതിരിക്കരുത്, സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ആൾക്കാർ തെറി പറയും മൈൻഡ്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ ഉപദേശമൊക്കെ ചെയ്തപ്പോ എനിക്ക് തോന്നി അങ്ങനെയാണ്. നമ്മളിപ്പോ എല്ലാ ആൾക്കാർക്കും ഇന്റെ മൈൻഡ് ആവണം നിർബന്ധമില്ലല്ലോ. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു വീഡിയോസ് ഇടല്. പിന്നെ കേട്ട് കേട്ട് ഉടുപ്പിന്റെ തൊലിയായി. ഞങ്ങൾക്ക് ഒരു എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരിക്കലും ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മൈൻഡ് ഇപ്പൊ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ ഇടുന്ന എന്റെ പണി ഇപ്പൊ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇടയിൽ പറയാറുണ്ട്, യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന എന്റെ പണി. ഞാനത് ചെയ്ത് മുന്നിക്കണം, ആൾക്കാര് തെറി വിളിക്കണം, ഞാൻ കേൾക്കണോ നോക്കുന്നില്ല. അല്ല ഞാൻ പരമാവധി കമന്റുകൾ നോക്കുന്നില്ല. ഫേസ്ബുക്കിലൊക്കെ എന്ത് കമന്റ് അറിയൂ. നമുക്ക് കമന്റിലേക്ക് വരാം. പിന്നെ ഇപ്പൊ നമ്മൾ അതിലേക്ക് വരാം. നമ്മളിപ്പോ ക്രിസ്മസ് കൊണ്ടുപോകാന്ന് ഞാൻ കൊണ്ടോ മേടിക്കണ്ട. ഇപ്പൊ നമ്മള് ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ആണ്. അപ്പൊ ക്രിസ്മസ് വിശേഷങ്ങള് നമ്മൾ ഈ ക്രിസ്മസിന്റെ സെറ്റും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇപ്പൊ സെലിബ്രിറ്റി ആയതിനു ശേഷം ഉള്ള ക്രിസ്മസും പണ്ടത്തെ ക്രിസ്മസ് ഒക്കെ എന്തായാലും ഡിഫറൻസസ് ഉണ്ടാവും? ഈ ഒരു കഴിഞ്ഞ വരെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു. അതായത് യൂട്യൂബ് തുടങ്ങിയിട്ട് ആ ഒരു 4 വർഷം യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പൊ ആ ഒരു 3 വർഷം അടിപൊളിയായിരുന്നു. കാരണം ക്രിസ്മസുകളാകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെക്കന്മാരെല്ലാരും പാടെ ആഘോഷങ്ങളും ഇതേപോലെ പുൽക്കൂടും കരച്ചിട്ടൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം നമ്മളെ പിന്നെ അത് ചെയ്തിട്ടില്ല. കാരണം ഇപ്രാവശ്യം തന്നെ വീട് പണി കുറച്ച് തിരക്കോളം ഉള്ളു തിരക്കാം. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിനേക്ക് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഇങ്ങനെ പോണു. ഇനി സമയമുണ്ട്, കുറച്ച് എന്തൊക്കെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓടി വരുന്ന മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ? പുതിയ സിനിമകൾ റിലീസ് ആവും. ഞങ്ങൾ നേരി കണ്ടപ്പോ എല്ലാവരും കാണാൻ രാത്രി അല്ലടാ കാണാം. എല്ലാം അദ്ദേഹമാണല്ലോ തീരുമാനിക്കുന്നത്. അവനാണ് നീ വെള്ളം തരില്ല എന്ന് പറഞ്ഞ ആദ്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പൊന്നൂസിന് എന്താണ് ക്രിസ്മസ് ആയിട്ടുള്ള ഒരു മെമ്മറീസ് ഒക്കെ? ചെർപ്പളശ്ശേരി ഭാഗത്തേക്കില്ലേ അങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കണ ഒരു ഇല്ല. സത്യം പറഞ്ഞ വല്ലാണ്ട് സിറ്റി ഒന്നല്ലല്ലോ നാട്ടിൻ. അപ്പൊ അങ്ങനെ വല്ലാണ്ട് ഒരു ഇതൊന്നുമില്ല. ഒരു സ്റ്റാർ വാങ്ങിയ വീട്ടിൽ കൂടെ ഒക്കെ ഇങ്ങനെ തൂക്കും. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തൊന്നും അങ്ങനെ സ്റ്റാർ ഒന്നും വാങ്ങില്ല. കാരണം സ്റ്റാറിനൊക്കെ 100 റുപ്യാണ്. അപ്പൊ ഓട്ടോറിക്ഷ ഓടിയപ്പോ 10-300 കിട്ടുള്ളൂ. അതിന് 100 റുപ്യ സ്റ്റാർ വാങ്ങണേ. പിന്നെ യൂട്യൂബിലൊക്കെ വന്ന് സെറ്റ് ആയപ്പോ പിന്നെ ഞങ്ങള് സത്യം എല്ലാ പരിപാടി ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം നടത്തിയായിരുന്നു. ആഗ്രഹങ്ങളാണ്, പക്ഷെ പുറത്തുള്ള ആൾക്കാർ നോക്കിക്കാവുന്ന അഹങ്കാരാണ്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്രശ്നമില്ല. അല്ല ഇപ്രാവശ്യം മാത്രമേ ചെയ്യാത്തുള്ളൂ. കാരണം ഇപ്രാവശ്യം പറയില്ല, കുറച്ച് വീട് പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ട് വല്ലാണ്ട് അതിനൊക്കെ ഫണ്ട് ഇറക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടിക്ക് പനിയായിട്ട് 2-3-4 ദിവസം ഹോസ്പിറ്റലിൽ കേസുകളും ഇതൊക്കെ തന്നെയായിരുന്നു ഫുള്ളായിട്ട്. അപ്പൊ അതിന്റെ ഓരോ ഫുള്ള് തിരക്കുകള്. നിതേനെ കുറിച്ച് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേയും കല്യാണത്തിന് ശേഷമൊക്കെ എന്തെങ്കിലും ഡിഫറൻസസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ക്രിസ്മസ് ഒക്കെ വരുമ്പോ ഗിഫ്റ്റ് എന്തെങ്കിലും തരാറുണ്ടോ? ഇത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണോ? അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട് ക്രിസ്മസിന്റെ ടൈമിൽ ആ ടൈമിലൊക്കെ എന്ന് വീട്ടിൽ പിടിച്ചിട്ട് ഞാൻ എല്ലായിടത്തും ഞങ്ങളുടെ റിലേഷൻ അങ്ങനെ ആ ടൈമിലൊക്കെ എനിക്ക് തോന്നുന്നു 2 ക്രിസ്മസിനും ഞാൻ ഞങ്ങളുടെ വീട്ടില് എന്റെ വീട്ടിലൊക്കെ അറിഞ്ഞിട്ട് ആകെ പ്രശ്നമായിട്ട് ഞാൻ ഈ നാട്ടിലേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിലേ ഉണ്ടായിരുന്നില്ല, ഞാൻ വയനാട്ടിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്രിസ്മസിന് അപ്പൊ അതല്ലേ ഏറ്റവും വലിയ മെമ്മറി ക്രിസ്മസിനെ കുറിച്ച് വെക്കുമ്പോ. ശരിയാണല്ലോ കേട്ടോ. എന്റെ ക്രിസ്മസിന് എന്നെ വീട്ടിൽ പിടിച്ചത് അല്ല അങ്ങനെ. പിന്നെ എന്താ നോർമലി ഇപ്പൊ കേക്ക് തന്നെയല്ലേ നമുക്ക് ക്രിസ്മസിന് ഓർമ്മ. ഇപ്പൊ ഡയറ്റ് ആയ കാരണം അത് ഓർക്കാറില്ല.
ഓ ഡയറ്റ് ആണല്ലേ. അതുകൊണ്ട് ഇപ്പൊ അത് ഓർക്കാറുണ്ട്. ഓക്കെ. ഇപ്പോ നിങ്ങളുടെ ഒരു ജേണി, ഇപ്പൊ 4 വർഷത്തെ ഒരു യൂട്യൂബ് ജേണി, അത് ഭയങ്കര സ്ട്രഗിൾസും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടി സഞ്ചരിച്ചാണ് ഇപ്പൊ ഒന്ന് സെറ്റ് ആയിട്ടുള്ളത്. ആ ഒരു ജേണിനെ കുറിച്ച് ഒന്ന് ഷോർട്ടാക്കി പറയാൻ പറഞ്ഞ. എല്ലാ ഏട്ടനാണോ പറയുന്നത്? അല്ല ഇപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, എന്തായാലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ മോനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലായിരുന്നു. ആ ടൈമിലാണ് ചേച്ചിയും ഏട്ടനും കൂടി. ഏട്ടൻ കുറെ നാളുകളായിട്ട് ഏട്ടൻ പറയുമായിരുന്നു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം. ഏട്ടൻ ഇങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ എനിക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു. വലിയ ആൾക്കാർക്ക് മാത്രമേ യൂട്യൂബ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്തിനെ പറ്റിയിട്ട് ചെയ്യാന്ന് എനിക്കും അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ കൂടെ നടക്കണ ഞാൻ റിലീസ് പടങ്ങളൊക്കെ ഒക്കെ പോകും. അപ്പൊ ഇങ്ങനെ അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങിക്കോന്ന്. പക്ഷെ നമുക്കൊരു പേടി, കാരണം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റോ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പെങ്ങളുടെ അടുത്ത് ഒരു വട്ടം ഇങ്ങനെ പറയുന്നത്, ഇവളിപ്പോ എന്റെ കുട്ടീനെ പ്രസവിച്ചിട്ട് മൂത്ത കുട്ടീനെ പ്രസവിച്ചിട്ട് ഇവിടെ വീട്ടില്ല. അപ്പൊ അന്ന് കറക്റ്റ് മാർച്ച് 21-ാം തീയതിയാണ് കൊറോണ ലോക്ക്ഡൌൺ. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആ ഫ്രണ്ടാണ് ഏട്ടനെ ത്രെട്ട് ഇട്ട് കൊടുത്തത്. നീ യൂട്യൂബ് ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നീ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ത്രെട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഏട്ടൻ തുടങ്ങി. ഞാൻ നന്നായിട്ട് അപ്പൊ അവനോട് പറഞ്ഞു, എടാ ഇന്ന് തുടങ്ങി നോക്കി പറഞ്ഞു. അപ്പൊ ഏപ്രിൽ 8-ാം തീയതിയാണ് ചാനൽ തുടങ്ങി. അപ്പൊ ഇവളില്ല. അപ്പൊ പെങ്ങള് ഞാനും ഇവിടെ ഒരു ഇൻട്രോ, ആ ഇൻട്രോ യൂട്യൂബിൽ നിലവിൽ ഇപ്പൊ ചിരിക്കാറുണ്ട്. അപ്പൊ അവള് ഞാനും ഇവിടെ വെറുതെ ഒരു ഇൻട്രോ തുടങ്ങി. അന്ന് നമുക്ക് 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ടിക്ടോക്കിലുണ്ട്. എനിക്ക് 8 ലക്ഷവും മറ്റേ പെങ്ങൾക്ക് ഒരു 7 ലക്ഷത്തിന്റെ അടുത്തുണ്ട്. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടു. അപ്പൊ തന്നെ ടിക്ടോക്കിൽ ചെറിയൊരു വീഡിയോ ഇട്ടു, ചാനൽ തുടങ്ങി പറഞ്ഞിട്ട്. അപ്പൊ എന്തോ ഒരു ദിവസം കൊണ്ട് തന്നെ 5K ഫോളോവേഴ്സ് അപ്പൊ തന്നെ കയറി. അപ്പൊ തന്നെ കയറി. പിന്നെ ഇവള് വരുന്നത് ഞങ്ങൾക്ക് 47,000-ഓളം സബ്ബായപ്പോഴാണ്. ഞങ്ങൾക്ക് 36,000 സബ്ബായ, അല്ല 1 ലക്ഷം സബ്ബായപ്പോഴേക്ക് 36 ദിവസം കൊണ്ട് 1 ലക്ഷം സബ്ബായി. അപ്പക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി. പെട്ടെന്ന് കിട്ടി. കാരണം പറയാം, ഡെയിലി 15,000 20,000 സബ് വെച്ച് കയറി. ലോക്ക്ഡൌൺ ആവുകൊണ്ടായിരിക്കും ആൾക്കാര് ഞങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ കണ്ടിരുന്നത് തോന്നുന്നു. കാരണം അമ്മ മാക്സ് ഇട്ടിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോ വീട് തന്നെ ഭയങ്കര എന്താ പറയാ, ആ ഒരു സെറ്റപ്പ് ഒക്കെ ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയാ ഒരു അട്രാക്ഷൻ. സാധാരണ കാണിക്കില്ല. ഇപ്പം നമ്മുടെ വീട്ടിലൊരു ഇതുണ്ടെങ്കിൽ ആൾക്കാര് മറ്റേ കർട്ടനൊക്കെ ഇട്ട്, നിങ്ങൾ ഭയങ്കര ഓപ്പൺ ആയിട്ട് എല്ലാം അതൊക്കെ എന്തോ ആൾക്കാർക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. ആ ഒരു നിഷ്കളങ്കത്വം ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഒരു ഹോം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വീടിന്റെ. അപ്പൊ അവള് ഞാനും പറയുമ്പോ കോലായി എന്നൊക്കെ പറയും. കേട്ടോ, ആ ഭാഗത്തേക്ക് മലപ്പുറം അവിടെയൊക്കെ പറയും കോലായി, വരാന്ത എന്നൊക്കെ പറയും, എടനാഴി എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഞങ്ങളുടെ രീതിക്ക് തന്നെ അതൊക്കെ നല്ല റീച്ച് ആവുന്ന വീഡിയോ. കാരണം ആൾക്കാർ ഇതുവരെ അവള് വീഡിയോക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് കാണിക്കണില്ല. അപ്പൊ അവള് മാക്സ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സാധാ മുണ്ട് എടുത്തിട്ടാണെങ്കിലും നമ്മളായിട്ട് തന്നെ കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് തുടക്കുന്നവരെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇതിന് പോയിരുന്നു. 8,67,000 ആ ബൈക്ക് എന്നാ വാങ്ങണ ഞാന്. ആ ബൈക്ക് വാങ്ങി ഇടിഞ്ഞു. അവിടെ തുടങ്ങി പ്രശ്നങ്ങള്. ഇപ്പോഴും പിന്നെ ഞങ്ങൾ ഓരോ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമായി തുടങ്ങി. അത് ആരുടെ ഐഡിയ ആയിരുന്നു ബൈക്ക് വാങ്ങാൻ? അതൊന്നുമല്ല, ഞങ്ങൾ ഇതുപോലെ മലപ്പുറത്തേക്ക് ഞങ്ങൾ 2-3 കൂട്ടുകാരന്മാരുണ്ട്. കോട്ടക്കിൽ പോയിനാ. എന്റെ ഓൾറെഡി ഒരു ബൈക്ക് ഉണ്ട്, അപ്പൊ ഒരു കാറും ഉണ്ട്. അപ്പൊ കൂടാണ്ട് ഇങ്ങനെ അവിടേക്ക് പോയപ്പോ ഒരു വണ്ടി കണ്ടു. ഞാനിങ്ങനെ ഈ നിഞ്ച കണ്ടു. കണ്ടപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എന്നെ വാങ്ങി. അതപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് ഞാൻ അങ്ങനെ പോന്നു. അങ്ങനെ വരുന്നത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിന്റെ പിറ്റത്തെ ദിവസമാണ് ആ വണ്ടി വാങ്ങുമ്പോൾ ആളിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി ഞാൻ തിരുവനന്തപുരം പോവും, അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ പറഞ്ഞു ഞാൻ. അപ്പൊ ആളിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാ സുജിനെ അപ്പൊ വണ്ടി എടുത്താൽ മതി പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഇപ്പൊ വേണം പറഞ്ഞു. കാരണം അവ എത്ര ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ പറഞ്ഞു വണ്ടി ഇപ്പൊ തന്നെ വേണം. അപ്പൊ തന്നെ ഞാൻ ആ വണ്ടി അപ്പൊ തന്നെ പൈസ കൊടുത്തിട്ട് എടുത്തു. അപ്പൊ തന്നെ എടുത്തു. കാരണം വണ്ടിക്ക് അടവൊന്നും നടന്നില്ല. അപ്പൊ തന്നെ വണ്ടി എടുത്ത് അങ്ങനെ പോന്നിട്ട് ആ വണ്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാണ്. ആ വീഡിയോ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തിട്ട്. അതാണ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്ക് അത്രയും നെഗറ്റീവ് വന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറെ ചരിത്ര മുഹൂർത്തങ്ങളുണ്ട് നിങ്ങളുടെ യൂട്യൂബ്. അതായത് 60 ദിവസം കൊണ്ട് 1 lakh സബ്സ്ക്രൈബേഴ്സും പ്ലേ ബട്ടണും കിട്ടുക, 24 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഓഫ് ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്യുക. 2 വട്ടം അൺസബ്സ്ക്രൈബ്, ഒരു വട്ടം 67,000, ഒരു വട്ടം ഒരു 20,000-ഓളം ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി. അത് നാട്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോ അപ്പോഴും ഇതുപോലെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞാൻ അങ്ങനെ ഷോർട്സ് അപ്ലോഡ് ഇല്ല, ചെയ്യില്ല, ആ. വ്ളോഗ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടാണ് ഇപ്പൊ 1 million ആയി. നിത അതായത് മകനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണല്ലോ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയം. അപ്പൊ തിരിച്ചു വന്നപ്പോ ഹസ്ബൻഡും ചേച്ചിയൊക്കെ യൂട്യൂബേഴ്സ് ആയി മാറി, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ ഒരു അത്ര നാള് വീട്ടിലായിരുന്നില്ലേ? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാലേ മറ്റേ ഭയങ്കര മടിയായിരുന്നു. ഇവരൊക്കെ സംസാരിച്ച് അപ്പോഴേക്കും സെറ്റ് ആയിരുന്നു. പക്ഷെ എന്നെ കൊണ്ടുവരാൻ വരുന്നതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു ഡെലിവറി വീട്ടിൽ ആ വീഡിയോന് 4.5 ലക്ഷം വ്യൂസ്. അതപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം ഇടുന്ന ഡെയിലി ഇടുന്ന വീഡിയോസ് ഒരു 47,000 60,000 വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ പിന്നീട് ഇവള് തന്നെ കുട്ടീനോട് കൊണ്ടുവന്ന വീഡിയോ വൈകുന്നേരത്തെ 7 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ട് രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോ 475 88 വ്യൂസ്. ഭയങ്കര സന്തോഷമായി. അത് പിന്നെ ഐശ്വര്യം എന്ന് പറഞ്ഞു. കുടുംബത്തിന്റെ വിളക്കല്ലേ? ശരിയാണ്. പിറ്റേ ദിവസം തൊട്ട് നല്ല ഇതായി. മറ്റേ നമുക്ക് 50K സബ് ആയിരുന്നു. പെട്ടെന്ന് കണ്ടാ പെട്ടെന്ന് സബ് പെട്ടെന്ന് കയറി. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോ ഫണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ഫണ്ട് ഞാൻ ഓടി വണ്ടി ഞാൻ അപ്പത്തിന് വാങ്ങി. എന്റെ ഓട്ടോറിക്ഷ ഞാൻ റെന്റിന് ഓടിയ ഓട്ടോറിക്ഷ ആയിരുന്നു, അത് ഞാൻ അപ്പത്തിന് വാങ്ങി. ഒരു ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള സമയമായിരുന്നു. കാരണം 1 ലക്ഷമൊക്കെ ആദ്യമായിട്ടാണ് പെട്ടെന്ന് നമുക്ക് കൈ കിട്ടുന്നത്. എനിക്ക് ചോദിക്കുന്നത് അങ്ങനെ പ്ലേ ബട്ടൺ അങ്ങനെ AdSense ലെവലില്ലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ഏട്ടന് കിട്ടി, ഏട്ടൻ ഹാപ്പിയാണ്. അന്ന് ഞങ്ങൾ ഹാപ്പി. അങ്ങനത്തെ ലെവലായിരുന്നു. ഏട്ടനായിരുന്നു അത് കിട്ടി. ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര ഹാപ്പിയൊക്കെ ഏട്ടന്. ഞങ്ങൾ നോക്കിയത് ഏട്ടൻ ഹാപ്പിയാണ്, അന്ന് അതിലെന്തോ ഉണ്ടാക്കി, എന്നാൽ ഞങ്ങൾ ഹാപ്പി. ആ ഒരു ലെവലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പതിയാണ് ഞങ്ങളും അതൊക്കെ ഇതാക്കി തുടങ്ങി. ആദ്യത്തെ യൂട്യൂബ് റവന്യൂ അപ്പൊ 1 ലക്ഷമായിരുന്നു. അല്ലല്ല, ആദ്യം കിട്ടിയത് 32,000 റുപ്യാണ്. അത് യൂട്യൂബായിട്ടൊന്നും അറിയില്ല, എനിക്ക് വലിയ ഇംഗ്ലീഷ് അറിയില്ല. പക്ഷെ അപ്പോ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പക്ഷെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഹെൽപ്പ് ചെയ്തിരുന്നു. ഈ AdSense കുറെ പ്രശ്നങ്ങള് അങ്ങനെ കുറെ. പക്ഷെ അത് കടമ്പകളെല്ലാം കടന്ന് അതൊരു 3-4 മാസത്തിന് അന്ന് കൊറോണ സമയം കൊണ്ട് പിൻ നമ്പർ യൂട്യൂബിന്റെ പിൻ നമ്പർ വരാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അന്ന് പിൻ നമ്പർ അടിച്ച് ഒരു 7 ദിവസം ആയപ്പോഴേക്ക് 32,000 റുപ്യാണ് ക്രെഡിറ്റ് ആയത് ഒറ്റയടിക്ക്. അപ്പൊ അന്നൊക്കെ നാട്ടില് കുറെ പൈസ കടം കൊടുക്കണ്ടായിരുന്നു. ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പൊ കുറെ കടങ്ങൾ ഉണ്ടായിരുന്നു. വലിയ എമൗണ്ട് അല്ല. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഒരു 1.5 റുപ്യട്ടെ കിട്ടി. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ വാങ്ങി. 1,25,000 റുപ്യട്ടെ. ഞാൻ ആ പൈസക്ക് അപ്പൊ തന്നെ ഞാൻ ഓടിയുന്ന വണ്ടി ഞാൻ വാങ്ങി. അപ്പൊ പിന്നെ ദൈവത്തിന്റെ കളികളായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പെങ്ങളേനെ നല്ല രീതിക്ക് കെട്ടിച്ചയക്കണം എന്ന്. ഭയങ്കര ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. ഇപ്പൊ എത്രയാണ് നിങ്ങളുടെ യൂട്യൂബ് റവന്യൂ? ഇപ്പൊ ഒരുപാട് ചാനൽസ് ഉണ്ട് മല്ലു ഫാമിലിയുടെ സബ് ആയിട്ട്. ഏത് ചാനലിലേ ചോദിക്കണ്ടേ? അങ്ങനല്ല, കുഴപ്പമില്ല. എന്നാലും ഒരു ഏകദേശം 5 ലക്ഷം കിട്ടോ? രണ്ടിന്റെ ഉള്ളില്. ഇപ്പൊ അത് വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വന്നതും പോണതും ഞങ്ങൾ അറിയാറില്ല. ഇപ്പൊ പലർക്കും പല ചാനൽസ് ഇല്ലേ? അപ്പം ഒരാളുടെ ചാനലിലെ എമൗണ്ട് അവർക്ക് അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലാം എന്റെ കയ്യിലേ വരുള്ളൂ. അല്ല, ഞാൻ അങ്ങനെ പുറത്തിപ്പോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ കൂടി അമ്മേനെയും ഇവളെയൊക്കെ കൊണ്ട് കാട്ടി തൃപ്തി അവർക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ എടുക്കുള്ളൂ. എന്റെ ഇഷ്ടത്തിന് അങ്ങനെ. എന്റെ ഇഷ്ടത്തിന് എടുത്ത വണ്ടിയായിരുന്നു ഞാൻ ആ ബൈക്ക്. അതിപ്പോഴും ഇട്ടിട്ട് കുത്തും. പെങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ പറയും എന്റെ ഇഷ്ടത്തിന് ഇട്ട് ചെയ്തല്ലേ ഉണ്ടായി അങ്ങനെ ഇങ്ങനെ പറയും. അതിനൊരു ഫോൺ വാങ്ങാനൊക്കെ ചോദിച്ചിട്ടൊന്നും ചെയ്യില്ല. കാരണം പുറത്തങ്ങനെ ഇതാക്കൊന്നുമില്ല. ഞങ്ങൾ പിന്നെ വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കാം. ഞാൻ വീട്ടിൽ നിന്ന് വേറെ പോകുന്നില്ല. എപ്പോഴും വീട്ടിൽ തന്നെ. ഞാൻ രാവിലെ തൊട്ടിട്ട് രാത്രി വരെയും വീട്ടിലാണ്. രാത്രി ഇവരെ പണി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇവരെ പോയിട്ട് കാറിലെടുക്കും. പിന്നെ ഞങ്ങൾ എവിടേക്കും കറങ്ങും, സിനിമയ്ക്ക് പോകും. ഒട്ടുമിക്ക സിനിമയ്ക്ക് പോവുക. ചിലപ്പോൾ ഇവിടേക്ക് വരും, എറണാകുളം വരും. ഇവിടെ കറങ്ങിയിട്ട് തിരിച്ചവിടെ ഫുൾ കറക്കാത്രേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല. വേറെ ഇടയ്ക്ക് പോകുക അങ്ങനൊന്നുമില്ല. വീട്ടുകാരെ വിട്ടിട്ട് വേറെ എവിടേക്ക് പോക്കില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ വിശ്വാസം കുറവ്. പിന്നെ പറയല്ലേ എന്റെ ഒരു പൈസ കിട്ടി പെങ്ങളെ കല്യാണം നല്ല പോലെ കേൾപ്പിച്ചു വിട്ടു. വീട് വാങ്ങി, സ്ഥലം വാങ്ങണു, വണ്ടി വാങ്ങി, നമ്മളേതായ കാര്യങ്ങൾ. അപ്പൊ അല്ലാണ്ട് പുറത്ത് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാ. ദൂർത്തടിക്കണൊക്കെ പറയല്ലേ, ഇവര് മുഖേന തന്നെ ഉള്ളൂ. ഇപ്പൊ നിതേനോട് ചോദിക്കുമ്പോ ഇത് എങ്ങനെയുള്ള ഒരു ഹസ്ബൻഡാണ്? റിവ്യൂ എന്താണ്? ഇപ്പൊ 4 വർഷമായി കല്യാണം കഴിച്ചിട്ട് അവളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോ റിവ്യൂ പറയണല്ലോ. ഇത് കലിപ്പന്നാണോ ചേട്ടൻ? കലിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങക്ക് 2 ആളും ഒരേപോലെ ദേഷ്യമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ
അങ്ങനെയാണ്. പിന്നെ ജാതകത്തിൽ തന്നെ ഉണ്ട് ചേരാൻ പാടില്ല എന്ന്. ഇവളെ അമ്മ പറഞ്ഞ പ്രേമിക്കണ സമയത്തേ എന്താ പറഞ്ഞത്? എനിക്ക് പ്രാന്തം അതല്ല എന്തോ ഒന്ന് പറഞ്ഞിരുന്നില്ലേ, ചേരാത്ത ജാതകം. അയ്യോ അങ്ങനെ എന്തോ പറയില്ലേ, എന്തോ തീയും വെള്ളം പോലെയാണോ? അങ്ങനെ എന്തോ പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം മുന്നേ പോലും അമ്മ പറഞ്ഞില്ലേ, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും അടിപിടിയാണ് ഞങ്ങൾ തമ്മിൽ. നമ്മുടെ മറ്റേ ലക്ഷ്മണൻ എന്താ കഴിയുമ്പോ അവസാനം പറയാം ചേരില്ല എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ഞങ്ങളിപ്പോ ചേരുന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കണം അല്ലേ ഏട്ടാ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എങ്ങനെയുണ്ട് ഈ ദേഷ്യം? ഒരുപാട് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ തുടക്ക ടൈമിലൊക്കെ കല്യാണം കഴിയുമ്പോൾ നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ നല്ല ഭാര്യ പോലെ തുടക്കത്തിലൊക്കെ. പിന്നെ പഴകിയോ പിന്നെ ഞാനും അങ്ങനെ പഴകി പറഞ്ഞു. പിന്നെ പെട്ടെന്ന് കൂളാവും. ഞങ്ങൾ വഴക്കിട്ടാലും പെട്ടെന്ന് ഞങ്ങള് പെട്ടെന്ന് ഇങ്ങനെ വല്ലാണ്ട് അങ്ങനെ നീണ്ടു പോകില്ലേ വഴക്ക്. പക്ഷെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഞങ്ങൾ വഴക്കാണ് നീണ്ടു പോയായിരുന്നു. അതിപ്പോ കുഴപ്പമില്ല, നോർമലായി. നമ്മള് ഇപ്പൊ പഴയ പോലെ. ഓക്കെ. ഇപ്പോ വഴക്കും പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന നിങ്ങളെ ഇതിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് പൊന്ന് പിണങ്ങി പോയി, പൊന്ന് തിരിച്ചു വന്നു, പൊന്ന് വീണ്ടും പോയി. എന്താ ശരിക്കും സംഭവം? എന്താ ശരിക്കും ഞങ്ങളുടെ ശരിക്കും ഒരു വഴക്കുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അത് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക്. അത് ഞങ്ങൾക്കിടയിൽ കുറെ കാലമായിട്ട് ഇപ്പം മോനുണ്ടായതിനു ശേഷം ഞാൻ മോനിലേക്ക് ഒതുങ്ങിപ്പോയി. ഏട്ടൻ ഇങ്ങനെ ഏട്ടൻ്റെതായിരിക്കും ഏട്ടന് ഫ്രണ്ട്സിന്റെ കൂടെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാനായിട്ടുള്ള ഏട്ടൻ അതിലേക്കും ഇങ്ങനെ തിരിഞ്ഞു, ഞാൻ മോനിലേക്കും ഇങ്ങനെ ഒതുങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടാള് രണ്ട് യുഗങ്ങളായി മാറി. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ട് സംസാരിക്കുന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു. ഇപ്പൊ 6 വർഷമാവും. അപ്പൊ മോനുണ്ടായതിനു ശേഷമാണ്. അപ്പൊ അതെന്ന് നമ്മള് നമ്മുടെ ലൈഫിന്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ടുണ്ടായ കുറെ ഇഷ്യൂസ് ആയിരുന്നു ഞങ്ങളുടെ ഇടയില്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരിക്കലും പബ്ലിക്ക് യൂട്യൂബിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നില്ല. അത് എത്തിക്കണം ഇവളോട് പോയപ്പോ പിന്നെ ആൾക്കാർ ഇങ്ങനെ കമ്പനി തുടങ്ങി. ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ മറ്റേ കറക്റ്റ് എന്റെ പെങ്ങള് വീട്ടിൽ വന്ന സമയത്തായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിട്ട്. പ്രശ്നമല്ല, ഞാൻ ഇവളും പറഞ്ഞ ഒരു പ്രശ്നത്തിന് ഇവളെന്നെ ഇവളെ അമ്മയ്ക്ക് വിളിച്ചിട്ട് അമ്മയോട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുപോവുക ചെയ്തത്. പക്ഷെ നമ്മള് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടാകുന്നില്ല. അതില് ആൾക്കാർക്ക് പെങ്ങളെനൊക്കെ ഭയങ്കര കുറ്റം പറയാൻ തുടങ്ങി. മറ്റേ അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ കുറെ ദിവസം ഞാൻ അതിനെ പറ്റി കൊടുത്തില്ല. പിന്നെ കുറെ സമയം ഞാൻ തന്നെ അവളെ വീട്ടിലാണ് അങ്ങനെ നോർമൽ പറഞ്ഞിട്ടായിരുന്നത്. പക്ഷെ ആ ഒരു വീഡിയോസിന് ഭയങ്കര വ്യൂസ് ആയിരുന്നു. അപ്പത് ഞാനൊരു നെഗറ്റീവ് കംപ്ലൈന്റ് ഇട്ടത് മറ്റേ പൊന്നൂസ് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാനത് ഇട്ടപ്പോ അത് ഭയങ്കര വ്യൂസ്. അപ്പൊ എന്താട്ടി ഞാൻ പിറ്റേ ദിവസം കൊള്ളാല സംഭവം അല്ലെങ്കിൽ പിറ്റേ ദിവസം പിന്നെ ഇട്ടിട്ട് ഞാൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞു കൊടുത്തു അവള് ഞാൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി ഇത്രയും കാലം ഞങ്ങളെ ഇവിടേക്ക് എത്തിച്ചു. അങ്ങനെ കുറെ നല്ല നെഗറ്റീവ് ഉണ്ടാവും. ആൾക്കാർ ചോദിച്ചപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ നമുക്കത് എങ്ങനെയായിരുന്നു പുറത്തേക്ക് വരുന്നത്. കാരണം ഇത്രയും നാളായിട്ട് എന്നെ കണ്ടോണ്ടിരുന്നതിന് പെട്ടെന്ന് ഒരു 1 month ആയിട്ട് എന്നെ കാണുന്നില്ല. പിന്നെ എന്തായാലും ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നോർമലി അത് പറയേണ്ട സിറ്റുവേഷൻ നമുക്ക് വരൂല. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ വീഡിയോസ് ഒട്ടുക്കത്തെ റീച്ച്. അപ്പോഴേക്ക് മനസ്സിലായി അപ്പോഴേക്ക് മനസ്സിലായി ആൾക്കാർക്ക് നെഗറ്റീവാണ് കാണേണ്ടത്. ഞാൻ മൂലാക്കി. അപ്പൊ ഈ സ്ക്രിപ്റ്റഡ് ആയിരുന്നോ ശരിക്കും? അയ്യോ ശരിക്കും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പൊ അത് ഏട്ടൻ ഇങ്ങനെ കുറച്ചായിട്ട് പൊടിക്കും ഞങ്ങളുടെ ക്യാപ്ഷനൊക്കെ വെച്ച് ക്യാപ്ഷൻ ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ പറഞ്ഞില്ല. ഇവള് ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല. ഇവളുടെ അച്ഛനായിട്ട് എന്റെ അളിയനൊക്കെ സംസാരിക്കല് ഞാനും ചേച്ചിയും കോണ്ടാക്ട് ചെയ്യുന്നല്ലാണ്ട് ഞാനും ഏട്ടനും അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഇവളെ മറ്റേ ഞാൻ അവിടെ ചെന്നു, ഞാൻ എന്റെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു. അവള് പെട്ടെന്ന് തന്നെ പോയി. കാരണം ഞാൻ പിരിന്ന് ഉറപ്പിച്ചിട്ടാ പോയത്. അതുകൊണ്ട് ഞാൻ വേഗം എന്റെ സ്റ്റഡീസ് എങ്ങനെയും ജീവിക്കണല്ലോ. അപ്പൊ ഞാൻ വേഗം എന്റെ സ്റ്റഡീസിലേക്ക് തിരിഞ്ഞു. അത് അങ്ങനെ പോയി ചേർന്നു. അല്ല ശരിക്കും പിരിഞ്ഞായിരുന്നു. സത്യം പറഞ്ഞ അളിയനില്ലായിരുന്നെങ്കിൽ ശരിക്കും പിരിഞ്ഞായിരുന്നു. കാരണം അങ്ങനെ ശരിക്കും പിരിയെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. ഞാൻ ഇവള് വീട്ടിൽ നിന്ന് പോകുമ്പോ ഫുൾ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിരുന്നു കുട്ടികളുടെ. അതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഒരു സാധനം പോലും ബാക്കി വെച്ചില്ലെന്ന് പറഞ്ഞ് എല്ലാം എടുത്തിട്ട് പോയത്. കാരണം നമുക്ക് കുറെ ഇങ്ങനെ അടക്കി വെച്ച് അവസാനം പൊട്ടിത്തെറിച്ചതാ ഞാൻ. അപ്പൊ ആ ഒരു പൊട്ടിത്തെറി ഞാൻ അങ്ങനെ അതില് ഞങ്ങളൊരു ട്രോൾ ഉണ്ടായിരുന്നു. മറ്റേ എന്റെ നാട്ടിലൊരു ഏട്ടന് എന്റെ സ്റ്റാൻഡിലുള്ള ഒരു ഏട്ടനാണ് മറ്റേ
ഇത് അയച്ചു കൊടുത്ത് എന്താ ഇവളിന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. കാരണം അവര് അയച്ചു കൊടുത്ത ആ വീഡിയോ ഞാൻ വോയിസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സ്റ്റാൻഡിലെ ഏട്ടനാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റാൻഡിലെ ഏട്ടന്മാരൊക്കെ പാടെ ഞാൻ പുരുഷം പോയിട്ട് സംസാരിച്ചു. അത് എന്റെ സ്റ്റാൻഡിൽ ഒരു ഏട്ടനായിരുന്നു. അപ്പൊ ഏട്ടനോട് പോയി ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അത് ആളല്ല പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ആളിന്റെ തന്നെ തട്ടിക്കറോ ചെയ്തു. ഞാനൊന്നല്ല, ഞാനെന്തിനാ എന്നെ പറ്റി അങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളങ്ങനെ അയച്ചു കൊടുത്തോ ചോദിച്ചു. ഞാന് ഒരു ട്രോൾ ചെയ്യുന്ന ആൾക്ക് അയച്ചു. അപ്പോൾ ആള് പറഞ്ഞു ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അവരോട് സംസാരിച്ചപ്പോൾ ഇവരെ അയച്ചു കൊടുത്ത ആ സ്ക്രീൻ റെക്കോർഡ് സഹിതം എനിക്ക് കിട്ടി. പിന്നെ ഫോണിലുണ്ട്, ഇപ്പോഴും ഉണ്ട് അവർക്ക് അയച്ചു കൊടുത്തത്. പക്ഷെ അത് ആ തെളിവിന്റെ കൈ കിട്ടിയതിനു ശേഷം ഞാൻ ഈ ഏട്ടനെ കാണാൻ പോയി. കാരണം നിങ്ങൾ അയച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ആള് സ്റ്റാൻഡിക്ക് വന്നിട്ടില്ല. ആൾക്ക് എന്തോ പൂര കച്ചവടം എന്നൊക്കെ നടക്കും. പക്ഷെ ആളെ കണ്ടിട്ട് വേണം ഇത് ചോദിക്കാൻ. ഇപ്പൊ എന്റെ കയ്യിലുണ്ട് ആൾ അയച്ചു കൊടുത്തതിന്റെ ആ സ്ക്രീൻ റെക്കോർഡ് ഫുൾ ഉണ്ട്. കാരണം നോണ പറഞ്ഞാണ്, കാരണം അവളെ എന്റെ വീട്ടിലില്ല. പക്ഷെ അതിന്റെ തെളിവ് സഹിതം എന്റെ കയ്യിൽ പെടും. പക്ഷെ ആളത് ചോദിക്കാൻ വേണ്ടി പോയപ്പോ ആള് സ്റ്റാൻഡിക്ക് വരുന്നില്ല. അപ്പൊ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ശരിക്കും പൊന്നുടെ വീട്ടിലായിരുന്നു. അവളെ ഒരു ദിവസം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവള് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി 2 മാസം ശേഷമാണ് ഞാൻ അവിടുന്ന് കംപ്ലീറ്റ്ലി ആയിട്ട് ഇങ്ങോട്ട് വന്നത്. 2 മാസത്തിന് ശേഷം. ഇപ്പൊ അളിയൻ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അളിയൻ എന്ന് വെച്ചാലും നമ്മുടെ കുഞ്ചൂസിന്റെ ഹസ്ബൻഡ് അല്ലേ. എങ്ങനെ ആളെ എന്ത് മുൻകൈ എടുത്തേ കോംപ്രമൈസ് ചെയ്യാൻ? അടിച്ചു പിരിയാൻ നിൽക്കുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കാന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യമല്ല. പിരിയാന്നുള്ള ലെവലിൽ തന്നെയായിരുന്നു. പിന്നെ ഒത്തുതീർപ്പായിട്ട് ഇവള് പിന്നെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവള് പോയി. പിന്നെയും ഞങ്ങള് പിന്നെ അടി ഉണ്ടായി. കാരണം അപ്പോൾ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ. നമ്മള് ആർക്കോ പിള്ളേർക്ക് വേണ്ടി വരുന്നു. ഞങ്ങള് പരസ്പരം വീട്ടിൽ മിണ്ടിയിരുന്നില്ല. കുട്ടി ഞാൻ കുട്ടികളുടെ അടുത്ത് വർത്തമാനം പറയും, അമ്മ കൂടെ എടുക്കും. പിന്നെ അടിപിടി ഉണ്ടായി. നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല. നമ്മള് എന്താണ് മക്കളുള്ളതല്ലേ, മക്കൾക്ക് വേണ്ടി വരണ്ടേ നമ്മൾ അങ്ങനെ വരുന്നു. ഏട്ടനോ മക്കളുള്ളതല്ലേ, മക്കൾക്ക് വേണ്ടി നിൽക്കാതെ അങ്ങനെ നമ്മൾ രണ്ടാളും മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഇതിലായിരുന്നു. പിന്നെയും അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെ പോയിട്ട് സ്വാഭാവികമായിട്ട് എന്ത് വരുമ്പോഴും വഴക്കും പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ. പിന്നെയും വഴക്കായി പിന്നെയും പോയി. ആ പോക്കാണ് ഇവള് എല്ലാം ഉറപ്പിച്ച് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയത്. എല്ലാ സൂചി വരെ എടുത്തിട്ട് പോയി. അപ്പൊ മറ്റേ അതില് അളിയൻ വിളിച്ചെന്നോട് പറഞ്ഞു. അപ്പൊ ഞാനന്ന് വക്കീലിനൊക്കെ പോയി കണ്ടിരുന്നു. ഡിവോഴ്സ് എന്ന രീതിക്ക് തന്നെ ഉറപ്പിച്ചിട്ട് ആ വീഡിയോക്കും കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ തന്നെ വക്കീൽ, കാരണം കുട്ടിയോട് എനിക്ക് കിട്ടാൻ വലിയ വകുപ്പുണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട്. പക്ഷെ നോക്കല്ലോ ആത്മാർത്ഥമായിട്ടാണോ പോയത് ഉള്ളിനുള്ളിൽ? അല്ല ശരിക്കും നമുക്ക് ദേഷ്യാണ്. അപ്പൊ ഞങ്ങൾക്ക് ദേഷ്യാണ് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടു നേരെ കാണാൻ പറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ട് അന്വേഷിക്കും. എനിക്കത് ഫസ്റ്റ് ടൈമിൽ ഞാൻ പോയ ടൈമില് ഞാൻ ഏട്ടനെ പറ്റി ഒന്നും അന്വേഷിച്ചിരുന്നില്ല. ആരോടും ഞാൻ ഒരാളോട് ഏട്ടനെ പറ്റി. എനിക്ക് 2ാമത്തെ ടൈം പോയപ്പോഴാ പിന്നെയും ഏട്ടനെ പറ്റി അന്വേഷിച്ചത്. എങ്ങനെയാ എന്താന്നൊക്കെ അന്വേഷിച്ചത്. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ഏട്ടൻ പിന്നെയും അന്വേഷിക്കുന്നതിനെ പറ്റി. ഞാൻ ഏട്ടനെ പറ്റി ഒന്നും കേൾക്കണം. നമുക്ക് ദേഷ്യമാണ് നമുക്ക്. അത് ഞാൻ പറയാം, മെയിനായിട്ട് നമ്മൾ കപ്പിൾസിന്റെ ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര. അത് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കി ഞാൻ റിയലൈസ് ചെയ്ത് വന്ന കാര്യം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണെന്നുള്ളത്. എന്നിപ്പോ വിഷ്ണുട്ടന്റെ ഇടയിൽ ഇടപെട്ട് വിഷ്ണുട്ടൻ ഏട്ടനോട് പറഞ്ഞു എന്താണ് ഒന്നും ചെയ്യരുത്, അളിയൻ വന്നിട്ട് അളിയനൊരു ഇത് കൊടുക്കണം പറഞ്ഞു. ഇതുവരെ അളി ഇടപെട്ട അളിയൻ ഞാൻ അങ്ങനെ സംസാരിക്കും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. ഞാൻ അളിയന് ഒരേ നല്ല കമ്പനി അടിച്ച് നടക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അളിയ ഇതിൽ ഒരു ദുടുക്കരുത്, ഇനി എനിക്ക് ഒരു വട്ടം സംസാരിക്കണം പറഞ്ഞു. ഇവൾക്കും വിളിച്ചു പറഞ്ഞു ഒരു ഇവളെ വീട്ടുകാരത്തിൽ ഇടപെടുത്തേണ്ട, അളിയൻ ഒന്ന് സംസാരിക്കും പറഞ്ഞു. സ്വാഭാവികം അളിയും വന്നു. സംസാരിക്കാനുണ്ട്. പക്ഷെ ഇത് ഡിവോഴ്സ് എന്നുള്ള ഇതിക്ക് ഇറങ്ങി തിരിക്കരുത്, ഇനി പ്രശ്നമാക്കരുത് പറഞ്ഞു. ചടരുത് പറഞ്ഞു. അളിയും വന്നു. ഞങ്ങളെ രണ്ടാളെ ഇരുത്തിയിട്ട് ഇതേപോലെ ഇരുത്തിയിട്ട് വിഷ്ണുട്ടൻ തന്നെ എന്നെ വന്ന് കൊണ്ടുവന്നു. അവളെ വീട്ടിൽ പോയിട്ട് അളിയൻ തന്നെ പോയി എടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടാളെയും പാടെ എന്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ അല്ല ഞങ്ങളുടെ പ്രശ്നമല്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന സംസാരം ഓരോ ടോപ്പിക്കായിട്ട് വിഷ്ണുട്ടൻ എടുത്ത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഒപ്പം ആ ഒരു ടോപ്പിക്ക് ഞങ്ങൾ ലൈഫിൽ നിന്ന് പോയിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ മറന്നിരിക്കുന്നതായിരുന്നു. ഇവര് പ്രശ്നം പറഞ്ഞു. അപ്പൊ ആ പ്രശ്നം എന്നോട് ചോദിച്ചു, അളിയൻ പറയാം അളിയനാ പ്രശ്നം ഉണ്ടോ? അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അളിയൻ അതിനുള്ള പരിഹാരങ്ങൾ അപ്പൊ തന്നെ അത് അങ്ങനെ പോലെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ആ പ്രശ്നം അപ്പൊ തന്നെ മാറ്റിവെച്ചു. അടുത്ത പ്രശ്നം പറയാറുണ്ട്. കഴിഞ്ഞ 4 വർഷത്തെ പ്രശ്നങ്ങൾ സംസാരിച്ചത് ക്ലിയർ ചെയ്യുന്നതിന്റെ ഒപ്പം അത് മറക്കണം. അതായിരുന്നു വിഷ്ണുട്ടൻ ഞങ്ങളോട് പച്ചാകെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഒടുക്കത്തെ സ്നേഹം
ഞങ്ങൾ ഭയങ്കര സ്നേഹം. അല്ല ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഒരു പുതിയതായിട്ട് കല്യാണം കഴിച്ച ആൾക്കാരെ പോലെ. അല്ല ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ആദ്യം ഞങ്ങൾക്കായിട്ടൊരു ടൈം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു പ്രൈവസി അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അങ്ങനെ മാറ്റി നിന്നായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങള് എന്താണ് കുറച്ച് നേരം സംസാരിക്കാനാണെങ്കിലും വെറുതെ ഇരിക്കുന്ന സംസാരിക്കാനാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും സംസാരിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇവള് കൂടുതൽ എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഇവളൊക്കെ എന്തെങ്കിലും കേൾക്കാമാണെന്ന് ഓർഡർ ചെയ്യാൻ പറയാ. പിന്നെ അത് ഇവിടെ ബുദ്ധിമുട്ട് പറയുന്നത് അതാണ്. ഓ അതായിരുന്നു പ്രശ്നം. അതെ എനിക്ക് മന്തി വാങ്ങി തരാത്തായിരുന്നു പ്രശ്നം. ഒന്നുമില്ല, ഇപ്പൊ ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, എന്തുണ്ടെങ്കിലും അങ്ങോട്ട് ഷെയർ ചെയ്യും. ആദ്യം വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ടും പറയില്ലായിരുന്നു, ഏട്ടൻ ഇങ്ങോട്ടും പറയുന്നത് ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കൂടുതൽ ഞാനും പറയാതെ മനസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഞാൻ പറയും എന്തിനാ പറഞ്ഞിട്ട് മനസ്സിലാവില്ല, പിന്നെ ഇപ്പൊ എന്തിനാ പറയേണ്ട ആവശ്യം, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും അപ്പൊ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പോയി പറയാ, അത് തീർക്കുക, അങ്ങനെയായി ഇപ്പൊ ഞങ്ങൾ.